പീഠപൂജയ്ക്ക് നമ്മൾ ചെയ്തതുപോലെ തന്നെ ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, ജലം എന്നിവയാണ് സമർപ്പിക്കേണ്ടത്. പീഠപൂജയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സമർപ്പിച്ചത് പീഠത്തിലേക്കാണ്, ദേവനിരിക്കാൻ വേണ്ടിയുള്ള പീഠത്തിലേക്കാണ് സമർപ്പിച്ചത്. മൂർത്തി പൂജയ്ക്ക് ഇവയെല്ലാം സമർപ്പിക്കുന്നത് മൂർത്തിയിലേക്കാണ്, ദേവങ്കലേക്കാണ്, ദേവന്റെ ശരീരത്തിലേക്കാണ് സമർപ്പിക്കേണ്ടതെന്ന് അർത്ഥം. പീഠപൂജയ്ക്ക് പീഠത്തിൽ ചെയ്തതിന് പകരം മൂർത്തി പൂജയിൽ മൂർത്തിയിലേക്കാണ്, വിഗ്രഹത്തിലേക്കാണ്, ദേവങ്കലേക്കാണ് സമർപ്പിക്കേണ്ടത്. ജലം, ഗന്ധം, പുഷ്പം എന്നിവയെല്ലാം ദേവങ്കലേക്ക് സമർപ്പിക്കുന്നു എന്ന് സാരം. അതിനെ ആദ്യം നമുക്ക് ജലമാണ്. ശംഖെടുത്തെടുത്ത് പിടിക്കുക. ശംഖിൽ ജലമില്ല എങ്കിൽ വലത് കിണ്ടിയിൽ ജലം ഒഴിച്ചോണം. തുളസി കഴുത്തുകൊണ്ട് ജലം ശംഖിൽ നിന്ന് ദേവങ്കലേക്ക് സമർപ്പിക്കുക. മൂർത്തി പൂജാ മന്ത്രങ്ങൾ എന്ന് പറയുന്ന 13 മന്ത്രങ്ങളെ കൊണ്ടാണ് തളിക്കേണ്ടത്. ഓം നമ, ഓം നമ, ഓം നമ, അതാണ് 3 പ്രാവശ്യം ഓം നമ എന്നാണ്. പിന്നെ ഉപചാര മന്ത്രം ഓം ഗണാനാന്വാം ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭി ശീതസാധനം കളിക്കുക. മൂലമന്ത്രം കൊണ്ട് 3 പ്രാവശ്യം ഓം ഗന്നമ, ഓം ഗന്നമ, ഓം ഗന്നമ. ഓം സർവാക്ഷരേഭ്യോ നമ, ഓം സർവാംഗേഭ്യോ നമ, ഓം സർവ ആയുധേഭ്യോ നമ, ഓം സർവഭൂഷണേഭ്യോ നമ, ഓം സർവപരിവാരേഭ്യോ നമ. ഏറ്റവും അവസാനം നിർമാല്യധാരീയ മന്ത്രം കൊണ്ട്. നിർമാല്യധാരീയ മന്ത്രം ഓം കുംഭോദരായ നമ. ഇത് കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ മന്ത്രം കൊണ്ടും ചന്ദനജലം തളിക്കുക. ഓം നമ, ഓം നമ, ഓം നമ. ഉപചാരമന്ത്രം ഓം ഗണാനാന്വാം ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭി ശീതസാധനം. മൂലമന്ത്രം 3 പ്രാവശ്യം ഓം ഗന്നമ, ഓം ഗന്നമ, ഓം ഗന്നമ. ഓം സർവാക്ഷരേഭ്യോ നമ, ഓം സർവാംഗേഭ്യോ നമ, ഓം സർവ ആയുധേഭ്യോ നമ, ഓം സർവഭൂഷണേഭ്യോ നമ, ഓം സർവപരിവാരേഭ്യോ നമ. ഏറ്റവും അവസാനം നിർമാല്യധാരീയ മന്ത്രം ഓം കുംഭോദരായ നമ. ചന്ദ്രനോടോടെ വെക്കുക. തുളസി കഴുത്തുകൊണ്ട് വലത് കിണ്ടിയിൽ നിന്നോ ശംഖിൽ നിന്നോ 1 പ്രാവശ്യം ജലം തളിക്കുക. ഓം നമ, ഓം നമ എന്നാണ് ഇങ്ങനെ ഇടയ്ക്ക് ജലം തളിക്കുന്നതിൻ്റെ മന്ത്രം. അപ്പം നമുക്ക് മൊത്തം 13 മന്ത്രങ്ങളാണ് നമ്മൾ ചൊല്ലിയത്. പ്രണവം ആദ്യം 3 പ്രാവശ്യം ചൊല്ലി. ഓം നമ, ഓം നമ, ഓം നമ. ഉപചാരമന്ത്രം 1 പ്രാവശ്യം ഓം ഗണാനാന്വാം എന്നുള്ളതാണ് ഉപചാരമന്ത്രം. പിന്നെ മൂലമന്ത്രം 3 പ്രാവശ്യം ഓം ഗന്നമ, ഓം ഗന്നമ, ഓം ഗന്നമ. പിന്നെ സർവാക്ഷരേഭ്യോ നമ തുടങ്ങിയുള്ള 5 മന്ത്രങ്ങൾ. ഓം സർവാക്ഷരേഭ്യോ നമ, ഓം സർവാംഗേഭ്യോ നമ, ഓം സർവ ആയുധേഭ്യോ നമ, ഓം സർവഭൂഷണേഭ്യോ നമ, ഓം സർവപരിവാരേഭ്യോ നമ. ഇപ്പോൾ 12 മന്ത്രങ്ങളായി. ഏറ്റവും അവസാനം നിർമാല്യധാരി ഓം കുംഭോദരായ നമ. എന്നാണ് 13 മന്ത്രങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ 13 മന്ത്രങ്ങളെ കൊണ്ട് ജലം കഴിഞ്ഞു, ഗന്ധം കഴിഞ്ഞു. ഗന്ധം എന്ന് പറഞ്ഞാൽ ചന്ദനം. ചന്ദനം കഴിഞ്ഞാൽ 1 തവണ ജലം തളിച്ചു ഓം നമ. അടുത്ത ഈ മന്ത്രങ്ങളെ കൊണ്ടെല്ലാം പുഷ്പം ആരാധിക്കുക, പൂ ആരാധിക്കുക. ഓം നമ ദേവങ്കലേക്ക്, ഓം നമ, ഓം നമ. ഓം ഗണാനാന്വാം ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭി ശീതസാധനം ആരാധിക്കുക. 3 പ്രാവശ്യം മൂലമന്ത്രം ഓം ഗന്നമ, ഓം ഗന്നമ, ഓം ഗന്നമ. ഓം സർവാക്ഷരേഭ്യോ നമ, ഓം സർവാംഗേഭ്യോ നമ, ഓം സർവ ആയുധേഭ്യോ നമ, ഓം സർവഭൂഷണേഭ്യോ നമ, ഓം സർവപരിവാരേഭ്യോ നമ. നിർമാല്യധാരീയ മന്ത്രം അവസാനം ഓം കുംഭോദരായ നമ. ജലം കഴിഞ്ഞു, ഗന്ധം കഴിഞ്ഞു, പുഷ്പം കഴിഞ്ഞു. ജല, ഗന്ധ, പുഷ്പം. പുഷ്പം കഴിഞ്ഞാൽ 1 തവണ ജലം തളിക്കുക. മുമ്പ് നമ്മൾ പീഠപൂജയിൽ ചെയ്തതുപോലെ തന്നെ തുളസി കഴുത്തുകൊണ്ട് വലത് കിണ്ടിയിൽ നിന്നോ ശംഖിൽ നിന്നോ 1 തവണ ജലം. ഓം നമ. ഈ ആവശ്യം കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ഈ തുളസി കഴുത്ത് നമ്മൾ വെക്കുന്നത് ചന്ദനോടത്തിലാണ് വെക്കുന്നത്. ജലം തളിക്കുന്നതിനും ചന്ദനം തളിക്കുന്നതിനും തുളസി കഴുത്താണ് നമ്മൾ എടുത്തത്. ആവശ്യം കഴിഞ്ഞ സമയങ്ങളിലെല്ലാം അത് ചന്ദനോടത്തിലാണ് നമ്മൾ വെക്കുന്നത്. ജല, ഗന്ധ, പുഷ്പം വരെ കഴിഞ്ഞു. അടുത്തത് ധൂപമാണ്. പീഠപൂജയിൽ പറഞ്ഞതുപോലെ തന്നെ ധൂപക്കുറ്റിയിൽ തീ കനലിട്ട്
അഷ്ടഗന്ധം അല്ലെങ്കിൽ ദശാംഗമൊക്കെ ഇട്ട് നല്ലവണ്ണം പുകച്ച് വെക്കണം. അതിനാണ് ധൂപം എന്ന് പറയുക. കൊടിവിളക്കിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് കൊളുത്തി വെക്കണം. ഇത് രണ്ടും ആദ്യം നമുക്ക് ചെയ്തു വെക്കണം. അപ്പം നമുക്ക് ഒരു പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പം ജലം, ഗന്ധം, പുഷ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി വെറുതെ ഉപയോഗിച്ചാൽ പോലും അതിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഗന്ധം, ജലവും അതേപോലെ ധൂപവും ദീപവും പുഷ്പവും ഒന്നും ഒറിജിനലായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം അതാണ്. എല്ലാം സാങ്കല്പികമായിട്ട് മാത്രമേ കാണിച്ചു തരാൻ സാധിക്കുകയുള്ളൂ. കാരണം അത് മന്ത്രം ജപിച്ചുകൊണ്ട് ആരാധിക്കുമ്പോൾ തന്നെ അവിടെ സ്വയമേവ തന്നെ ഒരു ശക്തി ചൈതന്യം ഉണ്ടാവും എന്ന് സാരം. അടുത്തത് ധൂപമാണ്. ധൂപത്തിന് മണി എടുത്തിടത് ഈ പിടിച്ചുകൊണ്ട് മണി അടിച്ചുകൊണ്ടിരിക്കണം. ധൂപം എടുത്ത് ദേവന്റെ നാഭിക്ക് നേരെ കാണിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങളെല്ലാം ജപിക്കുക. മണി അടിച്ചുകൊണ്ടിരിക്കണം. ധൂപവും ദീപവും കഴിയുന്നത് വരെ മണി അടിച്ചുകൊണ്ടിരിക്കണം. ആദ്യം ഒരു കുറുമണി അടിച്ചിട്ട് പിന്നെ ഓരോ നാദമായിട്ടാണ് മണി അടിക്കുക. അപ്പോൾ ധൂപക്കുറ്റി കനലിട്ട് പുകച്ച് വലത് കൈ കൊണ്ടെടുത്ത് ദേവന്റെ നാഭിക്ക് നേരെ കാണിച്ചുകൊണ്ടാണ് ഈ മന്ത്രങ്ങളെല്ലാം ജപിക്കേണ്ടത്. 13 മന്ത്രങ്ങളും ജപിക്കണമെന്ന് സാരം. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം മണി അടിച്ചുകൊണ്ട് തുടങ്ങാം. നമുക്ക് ഓം നമ ഓം നമ ഓം നമ ഓം ഗണാനാന്വാം ഗണപതി ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്വര ആനശൃംഗന്നൂതിഭി പീതസാധനം. ഓം ഗന്നമ ഓം ഗന്നമ ഓം ഗന്നമ. ഓം സർവാക്ഷരേഭ്യോ നമ. ഓം സർവാംഗേഭ്യോ നമ. ഓം സർവ ആയുധേഭ്യോ നമ. ഓം സർവഭൂഷണേഭ്യോ നമ. ഓം സർവപരിവാരേഭ്യോ നമ. ഓം കുംഭോദരായ നമ. ധൂപക്കുറ്റി താഴ്ത്തി വെക്കുക. ധൂപമുദ്ര കാണിക്കുക. ദേവന്റെ നാഭിക്ക് നേരെ, പൊക്കണ്ണു നേരെ. ഓം യം വായുവാത്മനാ ധൂപം കൽപ്പയാമി. ഇടത് കണ്ടിയിലെ ജലം കൊണ്ട് കൈ ഒന്ന് കഴുകുക. തുളസി എടുത്ത് വലത് കണ്ടിയിൽ നിന്നോ ശംഖിൽ നിന്നോ ദേവനെ ഒരു തവണ ജലം തളിക്കുക. ഓം നമ. പൊടിവിളക്ക് നെയ്യൊഴിച്ച് കത്തിച്ച് വെച്ചിരിക്കുന്നതെടുത്ത് ദേവന്റെ നേത്രം കണ്ണുകൾക്ക് നേരെ കാണിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങളെല്ലാം ജപിക്കുക. ഓം നമ ഓം നമ ഓം നമ. ഓം ഗണാനാന്വാം ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്വര ആനശൃംഗന്നൂതിഭി പീതസാധനം. ഓം ഗന്നമ ഓം ഗന്നമ ഓം ഗന്നമ. ഓം സർവാക്ഷരേഭ്യോ നമ. ഓം സർവാംഗേഭ്യോ നമ. ഓം സർവ ആയുധേഭ്യോ നമ. ഓം സർവഭൂഷണേഭ്യോ നമ. ഓം സർവപരിവാരേഭ്യോ നമ. ഓം കുംഭോദരായ നമ. കുറിവിളക്ക് താഴ്ത്തി വെക്കുക. ദീപമുദ്ര ദേവന്റെ നേത്രം കണ്ണുകൾക്ക് നേരെ കാണിക്കുക. ഓരം അഗ്നിയാത്മനാ ദീപം കൽപ്പയാമി. ഇടത് കണ്ണിൻ്റെ കൈ കഴുകി തുളസി കൊണ്ട് ജലം തളിക്കുക. ഓം നമ. കുറുമണി അടിച്ച് നിർത്തുക. അപ്പോൾ നമുക്ക് ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം വരെ കഴിഞ്ഞു. അവസാനം വീണ്ടും ജലം കൂടെ ചെയ്യണം. ജലാദി ജലാന്തം. ജലം തുടങ്ങി ജലം വരെ എന്നാണ് പറയുക. ജലാദി ജലാന്തം മൂർത്തി പൂജാമന്ത്രങ്ങളെ കൊണ്ട് പൂജിക്കുക. ജലം തുടങ്ങി ജലം വരെ, ജലാദി ജലാന്തം. അവസാനം നമുക്ക് വീണ്ടും ജലം ചെയ്യണം. ശംഖ് കയ്യിലെടുത്ത് ഇതേപോലെ തന്നെ തുളസി കൊണ്ട് തളിക്കുക. ഓം നമ ഓം നമ ഓം നമ. ഓം ഗണാനാന്വാം ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്വര ആനശൃണ്വന്നൂതിഭി സീതസാധനം. ഓം ഗന്നമ ഓം ഗന്നമ ഓം ഗന്നമ. ഓം സർവാക്ഷരേഭ്യോ നമ. ഓം സർവാംഗേഭ്യോ നമ. ഓം സർവ ആയുധേഭ്യോ നമ. ഓം സർവഭൂഷണേഭ്യോ നമ. ഓം സർവപരിവാരേഭ്യോ നമ. ഓം കുംഭോദരായ നമ. തുളസിയോടെ വെക്കുക, ശംഖോടെ വെക്കുക. അപ്പോൾ നമുക്ക് ജലാദി ജലാന്തം കഴിഞ്ഞു. 13 മന്ത്രങ്ങളെ കൊണ്ടും ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, ജലം കഴിഞ്ഞു. ഈ ചടങ്ങിന് പറയുന്ന പേരാണ് മൂർത്തി പൂജ. മൂർത്തി പൂജയും പീഠപൂജയും ഏകദേശം ഒരേപോലെ തന്നെയാണ്. മന്ത്രങ്ങൾ മാത്രമേ മാറിയുള്ളൂ. ജലഗന്ധ പുഷ്പ ധൂപ ദീപ ജലാന്തം. ജലാദി ജലാന്തം ചെയ്തതാണ് പീഠപൂജ എന്ന് പറയുന്നത്. 9 മന്ത്രങ്ങളായിരുന്നു മാത്രം. ഇവിടെ 13 മന്ത്രങ്ങളുണ്ട്. ആ അത്രയും മന്ത്രങ്ങളെ കൊണ്ട് ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, ജലം ആയപ്പോൾ മൂർത്തി പൂജ പൂർത്തിയായി.